വിട്ടോ വിട്ടോ വിട്ടോ. നിങ്ങൾക്ക് ഇതുവരെ നീ അല്ലെങ്കിൽ എന്റെ ബാക്കിൽ കൂടെ എന്തുകൊണ്ട് നിങ്ങളെ കാണാല്ലേ? ഞാൻ ചേച്ചിനെ കാണാൻ വന്നത്. എനിക്ക് നിന്നെ കാണാലോ. നീ ചേച്ചിയെ കാണാൻ വന്നപ്പോ എനിക്ക് നിന്നെ കാണാൻ. ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പാലാരിവട്ടത്ത് ഇങ്ങനെ രമ്യ ചേച്ചി ഉണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു രമ്യ ചേച്ചിനെ കാണാൻ. അല്ലാതെ നിങ്ങളെ കാണാൻ ആരെങ്കിലും ഇവിടെ വരെ നീ ആയിരുന്നു കുറച്ചുകൂടെ കണ്ണി കുത്തി ഒന്നും കൂടെ കുറച്ചും കൂടെ സർപ്രൈസ് അങ്ങോട്ട് എത്തിയില്ല. ഒന്നും കൂടെ വിചാരിച്ചു ഞാനായിരിക്കും എന്നുള്ളത്. ഇല്ല, ഞാൻ പിന്നെ രാസയ്യോ എന്ന് പറയാൻ വന്ന പിന്നെ ഐ നോ ദാറ്റ് പിന്നെ പറയുന്നത് എനിക്ക് അറിയായിരുന്നു. ഇദ്ദേഹമാണ് നമുക്ക് കുറച്ചു മുമ്പേ ലെറ്റർ എഴുതി തന്നത്, മനസ്സിലായോ? ഞാൻ ഓൺ ദ വേ വേറെ ഒരു എഴുത്തെഴുതി എനിക്ക് അയച്ചേക്ക്. മറ്റേ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ഇപ്പൊ എല്ലാരും ലെറ്റർ ഒക്കെ മറന്നില്ല. എല്ലാരും ഈ പറഞ്ഞ പോലെ മെസ്സേജ് അല്ല അയക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്തല്ല സുഖന്നെ? നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കും. കുറച്ചു നേരം വിഷമായിരുന്നു, പക്ഷെ കണ്ണൊക്കെ പൊത്തി കഴിഞ്ഞപ്പോ എനിക്ക് സുഖം തന്നെ. മറ്റേ സലിമോനോട് പറയണ പോലെ ഒന്നുകൂടെ പൊത്തു. അതെ, ഒന്ന് ശരിക്കും അത് മനസ്സിലായില്ല. നിന്നെ നീ പൊത്തി കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് എസിയിൽ നിന്നിട്ട് തണുത്തിട്ടായി ഞാൻ ഇത് ഏതായി രൂപം? നിന്നെ ഇങ്ങനെ കാണാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഭയങ്കര ഫാഷൻ. കാവിലെ ഭഗവതി, കാവിലെ ഭഗവതി. ചേച്ചി സുഖമായിട്ടിരിക്കണോ? എന്തോ സുഖമായിട്ട് സുഖം സുഖം സുഖം. ഇത് നല്ല കുറിയൊക്കെ തൊട്ട് അതെന്താ കുറിയൊക്കെ തൊട്ട് വന്നേക്കണേ? അത് മണിക്കുട്ടൻ ഞാൻ മുത്തപ്പനായിട്ട് അഭിനയിച്ചാണല്ല, ഞാൻ റിയൽ മുത്തപ്പനല്ലേ. അത് ഞങ്ങളെ നാട്ടിലാണ്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ട് അവിടെ പറശ്ശിനിയില്. ഐ ഫെൽ വെരി ഞാൻ പറയണമെന്നുണ്ടായിരുന്നു, വെരി പ്രൗഡ് ഓഫ് യു. അങ്ങനെ ബിക്കോസ് മുത്തപ്പൻ എന്ന് പറഞ്ഞത് അത് ഞങ്ങളുടെ അവിടെ തന്നെയാണോ? അമ്പലത്തിനടുത്ത് തന്നെയാണോ? അമ്പലത്തിനടുത്തല്ല, തളിപ്പറമ്പാണ്. കണ്ണൂരിന്റെ സ്വഭാവമൊക്കെ ഉണ്ട്. അതെ, എടുക്കേണ്ട സമയത്ത് എടുക്കണ്ടേ. അപ്പൊ സൂക്ഷിച്ചോ മോനെ ദിനേശ. എന്നാൽ ഋതുവിന് എന്തൊക്കെ അറിയാം നമ്മുടെ മണിക്കുട്ടനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വല്ലതും അറിയാമോ? പരസ്യമാക്കുമോ? അതൊക്കെ പരസ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ മൈ സ്റ്റോൺ മേക്കേഴ്സിന് താങ്ങാൻ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ലെവലിലുള്ളത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് പോലും അപ്പുറത്തേക്കാണ്. കാരണം ഇനി ഫസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ. ഞാനാണെങ്കിലും ഭയങ്കര നെർവസ് ആയിട്ടും കുറച്ച് ഫോർമൽ ആയിട്ടും ഒക്കെ നിങ്ങൾ ഇരിക്കാൻ പോണത് അല്ലേ? അപ്പൊ ആൾക്കാർ ഇരിക്കുന്നത് ഇതിങ്ങനെ ഒന്നും അല്ലടാ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ എടാ വാടാ പോടാ സ്റ്റൈൽ അല്ലേ? ഞാൻ പറയില്ലേ, ഇവരൊക്കെ ഈ പറയുന്ന പോലെ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാനാണ് പല സമയത്ത് വിട്ടു പോകുന്നത്. ഇവര് ട്രിവാൻഡ്രത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ഞാനാണ് ചേട്ടാ ഇവിടെ ഉണ്ടോ, ചേട്ടാ എന്താണ് വിശേഷങ്ങൾ, അപ്പൊ വീട് പൂട്ടി പോകും. എന്നടുത്ത് പറയും നീ നേരത്തെ പറയണം കേട്ടോ, വീട് പൂട്ടി അല്ലാണ്ട് എന്നിട്ട് പറയും ഇന്നലെ വരെ ഞാൻ വിട്ടിട്ടുണ്ട്, ഇന്നിപ്പോ ഞാനും അമ്മയും കൂടെ കുഞ്ഞമ്മേന്റെ വീട്ടിൽ പോയി. ഞാന് മിക്കപ്പോഴും വരുമ്പോ അപ്പോഴും എവിടെയാണ് ചേട്ടാ, ഞാൻ എയറോബിക്സ് ആണ്. ഭയങ്കര ബിസി. ഓ മൈ ഗോഡ്, എന്തത് ഇത് വെറുതെ പറയണതാണോ അതോ അതെനിക്ക് നിങ്ങളാണോ? ഞാൻ ചിലപ്പോ ആ സമയത്തല്ലേ ഭയങ്കര ഡള്ളായിട്ടിരിക്കും. അപ്പൊ വന്ന് കണ്ട ഇതേപോലെ ഇവളെപ്പോഴും വല്ല എന്തിനാണ് ചേട്ടൻ നിങ്ങൾ 100 ദിവസം നമ്മളൊക്കെ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരല്ലേ, പിന്നെ എന്തിനാ ഇത്ര കോംപ്ലക്സ്? എന്തിനാ മണി ഇത്ര കോംപ്ലക്സ്? അതിന് 100 എത്ര ദിവസം ചോദിച്ചാലും ഞാൻ എപ്പോഴും എന്നെ ഏറ്റവും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അവിടെ നിങ്ങൾ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാത്തൊരു സംഭവം ഉണ്ട് ബിഗ് ബോസിൽ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് മുഴുവിപ്പിക്കാത്ത എന്തായിരുന്നു ആ സംഭവം? നമുക്കത് വീഡിയോയിലേക്ക് നോക്കിയാലോ? എന്താണെന്ന് പറ്റി പറയുകയാണെങ്കിൽ ആരൊക്കെ ഋതുവിനെ കളിയാക്കി പാട്ട്, മറ്റേ പാട്ടിന്റെ പേരെന്താ, രാസയ്യോ, ആ പാട്ട് കേട്ട് മടുത്തു എന്ന് ആര് പറഞ്ഞാലും എന്നെങ്കിലും ഋതുവിന് അത് പാടണമെന്ന് തോന്നുന്നെങ്കിൽ എന്റെ ചെവിയിൽ വന്ന് പാടുക. ഈ കാതുകളെന്നും നിനക്ക് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. അത് ഋതുവിന്റെ എക്സ്പ്രഷൻ കേട്ടോ, അവന്റെ ഒരു കാത് ഇവിടെ അങ്ങനെ ശരിക്കും മനസ്സിലായില്ലേ ഈ ഷോ റിയൽ ആണെന്നുള്ളത്. എന്നാ പാട്ട് പാടൂ. ഇപ്പോൾ ആ കാതിൽ പാടണോ അതോ ഇപ്പോഴല്ലാതെ പാടൂ? ഇനി ഒരു പാട്ടിന്റെ അത് പാടിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ എന്നെ എനിക്ക് തോന്നുന്ന എടുത്തിട്ട് ഇരിക്കും. അത്രയും പാടിയിട്ടുണ്ടല്ലേ എനിക്ക് തോന്നുന്നു. ഞാൻ പാടിച്ച മണിക്കൂട്ടൻ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ആഘോഷമാക്കിയ ഒരു പാട്ടുണ്ട്, അത് പാടാം. എന്നാ അത് പാടും, ഏതെങ്കിലും ഒരു പാട്ട് പാടും. അതിപ്പോ പാടിക്കഴിഞ്ഞാൽ പക്ഷെ തല പാടാൻ കൂടെ നന്നായി പാടും. ഈ പറഞ്ഞ ഋതു നന്നായി പാടും. ഋതുവിന്റെ ഒരു പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിനെ സംഗീത സാന്ദ്രമാകും. ഒരു കാതല്ല, ഇവിടെ എത്രയോ കാതുകളാണ് പാട്ടുകൾക്കായിട്ട്. പക്ഷെ നിങ്ങൾ തല കൂടെ പാടും. ഓക്കെ, മണിക്കൂട്ടൻ ചേട്ടന്റെ ഫിലിമിലെ ഒരു പാട്ടാണ്. അപ്പൊ ഇത് ഞങ്ങൾ അവിടെ ആഘോഷമാക്കിയ ഒരു പാട്ടാണ്. ഞങ്ങൾ ലാലേട്ടന് വേണ്ടിയിട്ടും ഒക്കെ ഇത് ഞങ്ങൾ കൂടുതൽ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും പാടിയിട്ടുണ്ട്. ഓക്കെ,
അതിലൊരു മണിയുണ്ട്, അതാണ് ആ പാട്ടിലൊരു മണിയുണ്ട്. ആ ഇരിക്കട്ടെ അപ്പോ. ഓക്കെ. നൊമ്പരം കളയും നാളം നീ, സ്നേഹമണിനാദം നീ, ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിളിൽ നിറനിറയെ നീ തുള്ളിത്തുള്ളും മധുവല്ലേ, നീയുള്ളിനുള്ളിൽ നാനവല്ലേ, നീ തീരത്തുള്ള തണലല്ലേ, എരിന്റെ തിരിയേ നല്ലിടയനു നീ.